ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എങ്ങനെ PR-ന് ആഫ്റ്റർ 5 ഇയേഴ്സ് നഴ്സസിന് UK-ൽ നിന്ന് അപ്ലൈ ചെയ്യാമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ലൈക്ക് ഞാൻ എങ്ങനെയാണ് PR-ന് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്തതെന്നുള്ളൊരു വീഡിയോ. അതിനാദ്യമായിട്ട് ഈ പേജിലേക്ക് എൻ്റർ ചെയ്യുക. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ പേജ് കിട്ടുന്നതായിരിക്കും. കിട്ടണില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ ലൈക്ക് പാസ്പോർട്ട്, BRP, പേ സ്ലിപ്പ്, എനി ബില്ല് വിത്തിൻ 1 മന്തിനുള്ളിലുള്ള ബില്ല്, 1 മന്തിലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ലൈഫ് ഇൻ UK ടെസ്റ്റ് എഴുതിയതിൻ്റെ റെഫറൻസ് നമ്പർ, കൺസെൻറ്റ് ഫോം സൈൻ ചെയ്യുക. കൺസെൻറ്റ് ഫോം നമ്മൾ ചെയ്ത് വരുമ്പോഴേ കിട്ടത്തുള്ളൂ, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇങ്ങനെയായിരിക്കും ആ പേജ് തുറന്നു വരുമ്പോൾ കാണുന്നത്. ഇതിൻ്റെ താഴോട്ട് പോകുമ്പം അവർ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഹൗ ടു അപ്ലൈ, അതിന് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഫുള്ള് വായിച്ച് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. എപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും, എത്ര നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിൽ. ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്ന് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഹൗ ടു അപ്ലൈ എന്നുള്ളതിൻ്റെ താഴെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നെക്സ്റ്റ് പേജിലോട്ട് പോകുമ്പം ഇങ്ങനെ ഒരു പേജിലോട്ടാണ് പോകുന്നത്. ആ പേജിൽ ബിഫോർ യു ടു അപ്ലൈ ഓരോന്ന് അവർ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തേക്കുവാണ്. അത് കഴിഞ്ഞ് അപ്ലൈ നൗ കൊടുക്കുക. അപ്ലൈ നൗ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഈ ഒരു പേജിലോട്ട് പോകും. അതിൽ യുവർ ലൊക്കേഷൻ കറൻറ്റ്ലി ഇൻ UK ആണെങ്കിൽ യെസ് അടിക്കുക. നെക്സ്റ്റ് പേജിലോട്ട് പോവുക. പിന്നെ എന്തെങ്കിലും അതർ ഹോം ഓഫീസ് ആപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കില്ലായിരുന്നു. സോ ഞാൻ നോ അടിച്ചു. നെക്സ്റ്റിലോട്ട് പോയി. പിന്നെ ഒരു ഇമെയിൽ ID വെച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഏതാണോ നമ്മുടെ ഇമെയിൽ ID അത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവരത് ഒരു കോഡ് നമ്മുടെ ഇമെയിലോട്ട് അയക്കും. അങ്ങനെ അത് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് വെരിഫിക്കേഷൻ സെൻഡ് ചെയ്ത് പിന്നെ നമ്മൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. വീണ്ടും ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇമിഗ്രേഷൻ അഡ്വൈസർ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. എനിക്കില്ലായിരുന്നു. സോ ഞാൻ നോ അടിച്ചു. പിന്നെ അത് നെക്സ്റ്റ് ഇതിലോട്ട് പോയി ഇൻ വിച്ച് കാറ്റഗറി യു ആർ അപ്ലൈയിങ് ഫോർ എന്നുണ്ട്. അതിൽ സ്കിൽഡ് വർക്കർ ടയർ 2 ഇൻ്റർനാഷണൽ സ്പോർട്സ് പേഴ്സൺ എന്നുള്ള ഇതായിരുന്നു എൻ്റേത്. സോ ഞാനത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് പേജിലോട്ട് പോയി. നെക്സ്റ്റ് പേജിൽ ഇൻ വിച്ച് ടയർ 2 മൈഗ്രൻ്റ് കാറ്റഗറി ആർ യു അപ്ലൈയിങ് ഫോർ എന്നുണ്ട്. അതിൽ സ്കിൽഡ് വർക്കർ എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. ഞാൻ നേഴ്സ് ആയതുകൊണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ കറക്റ്റാണോ എന്ന്. കറക്റ്റാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ വീണ്ടും നമ്മുടെ നെയിം ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പേജിലേക്ക് വേറെ നെയിംസ് ഉണ്ടോ എന്നുള്ളതുണ്ട്. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ നമ്മുടെ കോൺടാക്റ്റ് ഇമെയിൽ വീണ്ടും അവർ ചോദിക്കുന്നുണ്ട്. കോൺടാക്റ്റ് ഇമെയിൽ കൊടുക്കുക. പിന്നെ നമ്മുടെ ടെലിഫോൺ നമ്പർ ചോദിക്കും. ടെലിഫോൺ നമ്പർ കൊടുക്കുക. പിന്നെ നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് പേജിൽ ഇതുപോലെ സെക്സ് ആൻഡ് റിലേഷൻഷിപ്പ്, അതായത് ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ, മെയിൽ ആണെങ്കിൽ മെയിൽ, കൺട്രി ആൻഡ് പിന്നെ നമുക്ക് വാലിഡ് പാസ്പോർട്ട് ഉണ്ടോ എന്നുള്ളത് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. എസ് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതർ നാഷണാലിറ്റീസ് ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഡേറ്റ്, ഫസ്റ്റ് എൻ്റർ ചെയ്ത ഡേറ്റ് അത് പാസ്പോർട്ടിലുണ്ടോ. പിന്നെ അടുത്തത് നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്ത ഡേറ്റ് UK-ൽ അത് പാസ്പോർട്ട് നോക്കി എഴുതണം. പിന്നെ വാട്ട് ഈസ് ദ എൻഡ് ഡേറ്റ് യുവർ മോസ്റ്റ് റീസെൻറ്റ് വിസ, അതായത് നമ്മുടെ ഇപ്പോൾ ഉള്ള ലാസ്റ്റ് രണ്ടാമതെടുത്ത BRP കാർഡിൽ എക്സ്പയർ ചെയ്യുന്ന ഡേറ്റാണ് ഞാൻ എഴുതിയത്. അത് കഴിഞ്ഞ് ടൈം സ്പെൻഡ് ഇൻ ക്രൗൺ ഡിപ്പെൻഡൻസീസ് അത് നോ. എസ് ആണെങ്കിൽ എസ്, നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ്, അല്ലെങ്കിൽ നോ. പിന്നെ ടൈം സ്പെൻഡ് ഔട്ട്സൈഡ് UK, അതായത് ഇവിടെ വേറെ ഏതെങ്കിലും രാജ്യത്ത്, അത് ഞാൻ എസ് ആണ് അടിച്ചത്. കാരണം ഞാൻ ഇന്ത്യയിൽ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്, ഇന്ത്യയിൽ പോയ എല്ലാ ഡേറ്റും. അതുപോലെ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് അപ്പം എവിഡൻസ് UK-ൽ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും ഔട്ട്സൈഡ് UK പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ എവിഡൻസ് ഓഫ് ആബ്സെൻസ്, ലെറ്റർ ഫ്രം എംപ്ലോയർ ഡീറ്റെയിലിംഗ് റീസൺ ഫോർ വർക്ക് റിലേറ്റഡ് ആബ്സെൻസ് ഇൻക്ലൂഡിങ്, അതാണ് ഞാൻ കൊടുത്തത്. പിന്നെ അതർ കൺട്രീസ് യു ഹാവ് ലിവ്ഡ് ഇൻ, അതായത് UK-ലേക്ക് വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൗദി അറേബ്യയിലും
ഇന്ത്യയിലും ലിവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എസ് കൊടുത്തു. അതിൽ ഇന്ത്യയിൽ എന്തിനാണ് ലിവ് ചെയ്തതെന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ ഞാൻ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ഇന്ത്യ എന്നാണ് എഴുതിയത്, ഏത് വർഷം വരെ ഇന്ത്യയിലുണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ സൗദി അറേബ്യയിൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് പോയതാണെന്നാണ് ഞാൻ അത് ഫില്ല് ചെയ്തത്. പിന്നെ നെക്സ്റ്റ് ലൈഫ് ഇൻ UK ടെസ്റ്റ് എഴുതി ഒന്ന്, അത് എസ് അടിക്കുക. അത് കഴിഞ്ഞ് അവർ അതിൻ്റെ റെഫറൻസ് നമ്പർ ചോദിക്കും. പിന്നെ കുറേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ്. പ്രോബ്ലം വിത്ത് ഇമിഗ്രേഷൻ കൺട്രീസ് ടു അതർ ദാൻ UK, അതൊക്കെ ഞാൻ നോ ആണ് അടിച്ചത്. പിന്നെ സ്പോൺസർ ലൈസൻസ് നമ്പർ ചോദിക്കും. അത് പിന്നെ അടുത്തായിട്ട് സ്പോൺസർ ലൈസൻസ് നമ്പർ ചോദിക്കും. അപ്പോൾ നമ്മളതിൽ COSൽ ഒരു ലൈസൻസ് നമ്പറുണ്ട്, അതാണ് ഞാൻ ഫില്ല് ചെയ്തത്. നമ്മുടെ ലാസ്റ്റ് കിട്ടിയ COSൽ ലൈസൻസ് നമ്പർ കാണാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് പാരൻ്റൽ ഒരു അഡോപ്ഷൻ ലീവിലാണോ എന്ന്, ഞാൻ അല്ലാന്നാണ് കൊടുത്തത്, ഞാൻ ആ ലീവിലല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കൺവിക്ഷൻ, വാർ ക്രൈംസിൻ്റെ, അതൊക്കെ നോ അടിച്ച് വിടുക ചെയ്തത്. ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഉണ്ടോ എന്നുള്ളത്, അത് നോ ക്ലിക്ക് ചെയ്തു. പിന്നെ ഇതൊക്കെ നോ എന്നുള്ളൊരു ആൻസറായിരുന്നു ഇതിൻ്റെ ഫുള്ള്. പിന്നെ ക്യാരക്ടറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്, അത് നോ ആയിരുന്നു. പിന്നെ ഹോം ഓഫീസ് റെഫറൻസ് നമ്പർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ ഞാൻ എൻ്റർ ചെയ്തത് ഇന്ത്യയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് ആദ്യം ഒരു വിസ കിട്ടിയതിൽ ഒരു ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു GW എന്ന് പറയുന്നൊരു തുടങ്ങുന്നൊരു നമ്പർ ഉണ്ടായിരുന്നു, അതും. അതുപോലെ തന്നെ രണ്ടാമത് എൻ്റർ ചെയ്തത്, ഞാൻ ഇവിടെ UK വന്നതിന് ശേഷം 3 വർഷത്തിന് ശേഷം വീണ്ടും BRP അപ്ലൈ ചെയ്തപ്പം അതിലൊരു റെഫറൻസ് നമ്പർ ഉണ്ടായിരുന്നു. ആ റെഫറൻസ് നമ്പറുമാണ് ഞാൻ എൻ്റർ ചെയ്തത്. പിന്നെ അടുത്തത് നമ്മുടെ BRP കാർഡാണ്, അത് വാലിഡാണോ എന്നുള്ളത്. അതിൻ്റെ പ്ലേസ് ഓഫ് ഇഷ്യൂ ഒക്കെ ആ കാർഡിലുണ്ട്, അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ. പിന്നെ പബ്ലിക് ഫണ്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന്, അതില്ല എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. പിന്നെ വെരിഫിക്കേഷൻ കൺസെൻറ്റ് കൊടുക്കുക എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ കൺസെൻറ്റ് അതൊക്കെ എസ് ആണ് അടിച്ചത്. പിന്നെ അവർ അത് കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് എന്തൊക്കെ മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് പറയുന്നുണ്ട്. അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ വേണം എന്നുള്ളത്. അതൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുക, നമ്മളതൊക്കെ കൊടുക്കാം എന്നുള്ളത്. പിന്നെ അത് നെക്സ്റ്റ്, പിന്നെ പേയ്മെൻറ്റിലോട്ടാണ് പോയത്. പേയ്മെൻറ്റ് കൊടുക്കുക. എന്നിട്ട് പേയ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേനും അവരൊന്നും കൂടെ എല്ലാ ആൻസേഴ്സും ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ തരുന്നുണ്ട്. ആ ഓപ്ഷൻ എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ അവർ വീണ്ടും പറയും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത്. അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചു എന്നുള്ളതൊക്കെ. അത് കഴിഞ്ഞത് കണ്ടിന്യൂ കൊടുത്ത് പോകുക. ഞാൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു എന്നുള്ളത് ഞാൻ പറയാം. പിന്നെ ഡിക്ലറേഷൻ അപ്പോൾ ഞാനാണ് ആപ്ലിക്കൻ്റ്, ഞാൻ അതിൽ ഐ ആം ദ ആപ്ലിക്കൻ്റ് എന്ന് ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പേയ്മെൻറ്റാണ്, ഞാൻ എത്രയാണ് പേയ്മെൻറ്റ് ചെയ്തത്, 3,385 പൗണ്ട്. ഒരാൾക്കുള്ള പേയ്മെൻറ്റാണ്. നമുക്ക് പെട്ടെന്ന് കിട്ടണ്ടെന്നുണ്ടെങ്കിൽ 500 പൗണ്ട് കുറച്ച് കൊടുത്താൽ മതി. ഇത് ഞാൻ 1 വീക്കിനുള്ളിൽ കിട്ടാനായിട്ടാണ് 500 പൗണ്ട് എക്സ്ട്രാ കൊടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ ബുക്ക് അപ്പോയിൻമെൻറ്റ്, കൺസെൻറ്റ് ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. കൺസെൻറ്റ് ഫോം ഡൗൺലോഡ് ചെയ്യുക. അവിടെ നിന്ന് തന്നെ നമ്മളൊരു മെയിൽ ID വെച്ച് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ UKVASൻ്റെ സൈറ്റിലേക്കുള്ള അക്സസ് കോഡ് കിട്ടും. അത് ഒരു മെയിൽ ID വെച്ച് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ആ സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ആ സൈറ്റിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിലിങ്ങനെ അപ്പോയിൻമെൻറ്റ്സ് കാണിക്കും. സ്റ്റാൻഡേർഡ്, അങ്ങനെ ഫ്രീ അപ്പോയിൻമെൻറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാൻഡേർഡ് അപ്പോയിൻമെൻറ്റാണ് എടുത്തത്. അതിൽ ബുക്ക് അപ്പോയിൻമെൻറ്റ് കാണിച്ചു. അതിൽ നമ്മുടെ പോസ്റ്റ് കോഡ് അടിച്ചു കൊടുക്കുമ്പം നിയർ ആയിട്ടുള്ള പ്ലേസിൽ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് കാണാം. ഞാൻ 139 പൗണ്ട് കൊടുത്താണ് അപ്പോയിൻമെൻറ്റ് എടുത്തത്. ഫ്രീ അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടിയില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണമെന്ന് അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആദ്യം പാസ്പോർട്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ COS അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ പേ സ്ലിപ്പും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും, അത് രണ്ടും 1 മന്തിനുള്ളിലുള്ളത് വേണം. പിന്നെ പ്രീവിയസ് പാസ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ എനിക്ക് ഒരു പഴയ ഒരു പ്രീവിയസ് പാസ്പോർട്ട് ഉണ്ടായിരുന്നു, അത് ഞാൻ ജസ്റ്റ് അപ്ലോഡ് ചെയ്തു. ഞാൻ സൗദിയിൽ നിന്ന് വന്നു പോയതിൻ്റെ സ്റ്റാമ്പൊക്കെ ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് അത് അപ്ലോഡ് ചെയ്തത്. പിന്നെ നെക്സ്റ്റ് അവർ ചോദിക്കുന്നത് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഇൻ UK ആണ്. അവിടെ ഞാൻ അപ്ലോഡ് ചെയ്തത് എൻ്റെ BRP കാർഡും അതുപോലെ തന്നെ വിസ സ്റ്റാമ്പ് ചെയ്ത പാസ്പോർട്ടിൻ്റെ പേജുമാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. പിന്നെ
കറൻറ്റ് ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ്, അത് നമ്മുടെ BRP കാർഡാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. പിന്നെ ലെറ്റേഴ്സ് ഫ്രം എംപ്ലോയേഴ്സ് ഡീറ്റെയിലിംഗ് റീസൺ ഫോർ വർക്ക് റിലേറ്റഡ് ആബ്സെൻസ്, അത് ഞാൻ എൻ്റെ വാർഡ് മാനേജറുടെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ വാങ്ങിച്ചായിരുന്നു. എൻ്റെ ആബ്സെൻസും സിക്ക് ലീവും ആനുവൽ ലീവും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്റർ, അതാണ് അപ്ലോഡ് ചെയ്തത്. പിന്നെ നെക്സ്റ്റ് അവർ ചോദിക്കുന്നത് ഡിക്ലറേഷൻ സൈൻഡ് ഫോമാണ്. അത് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ ഒരു കൺസെൻറ്റ് ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഉണ്ടാവും. അതിൽ പാർട്ട് 1 മാത്രം ഫില്ല് ചെയ്താൽ മതി. ജോയിനായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഫാമിലി എല്ലാവരും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പാർട്ട് 2 ഹസ്ബൻഡ് സൈൻ ചെയ്യണമെന്ന്. പിന്നെ നെക്സ്റ്റ് ഓപ്ഷണലായിരുന്നു ഇഫ് യു ഹാവ് മോർ ഡോക്യുമെൻറ്റ്സ്. അതിൽ ഞാൻ എൻ്റെ ഒരു വാട്ടർ ബില്ല് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റിന് പോയി ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ, 2 ദിവസം എടുത്തില്ല, പിറ്റേ ദിവസം തന്നെ എനിക്ക് മെയിൽ വന്നു, വിസ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞ്. പിന്നെ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ BRP കൈ കിട്ടുകയും ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അറിയുന്നതാണെങ്കിൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.